മുട്ട പൊട്ടിച്ചത് പാലും പ്രോട്ടീൻ. ഇന്ന് ഞാൻ രാവിലെ തന്നെ സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ബൾഗേറിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന എറിക്കൂടാണ്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂറോപ്പിന്റെ 6ാമത്തെ ദിവസം. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടുത്തെ ഇവരുടെ മെയിൻ ഒരു ഡിഷ് ഉണ്ട്, ബാങ്സ. ആ നിന്ന് നോക്കാം, കുറച്ച് ഓയിലാണ് നിന്ന് നോക്കുമ്പോ സാധനം. നമ്മുടെ സോഫിയ യൂണിവേഴ്സിറ്റി മുന്നിലെത്തിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കാണാൻ വലിയ മജൊന്നുമില്ല. എന്താണ് പിന്നെ 10,000 euro ഫീസ് എടുക്കണം. ഞങ്ങൾ അങ്ങനെ ആ ഒരു പ്രീ ക്ലിനിക്കൽ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പോ ഇവിടെ ശരിക്കും കുട്ടികൾക്ക് പരീക്ഷ അടക്കാണ്. ശരിക്കും ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് കിടക്കുന്നുണ്ട്. ആ കണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഫുള്ള് മനസ്സിലാവും. ഇന്ന് നമുക്ക് ഇതൊന്ന് കണ്ടുനോക്കാം ഫുൾ. ഞങ്ങൾ ഓരോ ലെക്ചർ കയറുമ്പോഴും അവിടെ എല്ലാം ക്ലാസ് എടുക്കണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതായി. അങ്ങനെ ലെക്ചർ ആളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പാത്തോ ഡിപ്പാർട്ട്മെന്റ്. ആടെയും പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കടാവർ ഡിസെക്ഷൻ ഹാളിലേക്ക് പോയി. ഡിസെക്ഷൻ ഹാളിൽ കയറി വളർത്തിട്ട് വല്ലാത്ത സ്മെല്ലായിരുന്നു, ഫോർമാലിന്റെ സ്മെൽ. കുറെ കടാവർ ആടെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബൾഗേറിയ ബാക്കിയുള്ള കൺട്രീസ് പോലെയല്ല, കടാവർ വെച്ചിട്ടാണ് അനാട്ടമി പഠിക്കുന്നത്. ഏകദേശം ഒരു 7 to 14 പിള്ളേർക്ക് ഒരു കടാവർ വെച്ചിട്ടാണ് ഇവർ കൊടുക്കാറുള്ളത്. ശരിക്കും സോഫിയ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ആ സിറ്റിയിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഇത് അതിന്റെ തൊട്ടടുത്തുള്ള എമർജൻസി മെഡിസിൻ ഹോസ്പിറ്റലാണ്. ഇത് അടുത്തൊരു ഹോസ്പിറ്റലാണ്, സർജറിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയർ മുതൽ ക്ലിനിക്കൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുട്ടിയൊക്കെ എല്ലാവർക്കും ഈ ഹോസ്പിറ്റലുകളിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഒബ്സർവേഷൻഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഏകദേശം 9-10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ആവും. അങ്ങനെ ഞാൻ പോകുന്ന വൈകിട്ട് ഒരു ജിമ്മിൽ നല്ല എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെ ഉള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞ് വന്നേക്കാണ്. നാളെ നമുക്ക് സോഫിയയുള്ള ഒരുപാട് അതർ കോഴ്സസിന്റെ യൂണിവേഴ്സിറ്റികൾ കാണാനുണ്ട്.